നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളത്. അത് പലതരത്തിലുള്ള ഒറ്റപ്പെടലുകളുണ്ട്. നമുക്കറിയാം, ഇപ്പം നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ. അച്ഛനും അമ്മയും എല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം കൂടെ കുറേ പേരുണ്ടാവും, അവസാനം എല്ലാവരും മാറിക്കളയും, അപ്പോൾ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ പലതരത്തിലുള്ള ഒറ്റപ്പെടലുകളുണ്ട്. അപ്പോൾ ഈ ഒറ്റപ്പെടലുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് സങ്കടവും, അത് കൂടുതലും നമുക്ക് സങ്കടമാണ്. എങ്ങനെയാണ് നമ്മുടെ കൂടെ നിൽക്കണവർ, അതായത് അത്രയും നാൾ കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ ചങ്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്രയും വിശ്വസിച്ച് നിൽക്കുന്നവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തി പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണത്. അപ്പോൾ ആ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണ സമയത്ത് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാവും, ചില സമയത്ത് വല്ലാത്ത സങ്കടമായിരിക്കും, പൊട്ടിക്കരയണമെന്നുണ്ടാവും. അങ്ങനെ പലതരം ഫീലിങ്സ് ഇങ്ങനെ ഉള്ളിൽ കൂടി കടന്ന് പോകും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളങ്ങനെ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് തളരാൻ പാടില്ല ഒരിക്കലും. ഇതൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒറ്റപ്പെടുത്തലുകൾ സാഹചര്യങ്ങൾ കൊണ്ട് വരാം. ഇപ്പം നമ്മുടെ കൂടെ നിൽക്കണതിന് അല്ലെങ്കിൽ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വാൽപ്പാറ ദുരന്തം അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേ വയനാട്ടിലവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും കണ്ടിട്ടുള്ളതല്ലേ. അവിടെയൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ് ഓരോരുത്തർക്കും അവരുടെ ആൾക്കാരെയൊക്കെ നഷ്ടപ്പെട്ടത്. കുറേ പേര് ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ടും വരാം, അറിഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും സങ്കടം തന്നെയാണ്. ഒറ്റപ്പെടുത്തൽ, ആ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാലുള്ള സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിന് മാത്രം സങ്കടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സങ്കടപ്പെട്ട് നമ്മൾ ഒന്നും എടുത്തു ചാടി ചെയ്യാതെ, അതായത് നമ്മളിപ്പോൾ അവരോട് ദേഷ്യം കാണിക്കേ അല്ലെങ്കിൽ അവരെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ നീ എന്നെ ചതിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരോട് ദേഷ്യം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിന് വരെ നമുക്ക് ആ സങ്കടം വരുമ്പോഴത്തേക്കും കുറച്ച് നേരം തനിയെ മാറിയിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുക, അതിനകത്തോട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ചില സമയത്ത് അതും ചെയ്യാൻ തോന്നില്ല. ഈ ഒറ്റപ്പെട്ടു പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുള്ള ചിന്ത എപ്പോഴും എന്നെ എല്ലാവരും ഒഴിവാക്കി. അപ്പം അങ്ങനെ ആ ഒരു ചിന്ത ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ വരണോണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ പണി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു മൂഡുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, അത് മൂഡുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളാ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് പതുക്കെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളത് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനകത്തോട്ട് എൻഗേജ്ഡ് ആകും. അപ്പോൾ നമ്മൾ ഈ കാര്യം പതിയെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി തുടങ്ങും. പിന്നെ ചെയ്യാവുന്നത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നേരം ഒറ്റയ്ക്ക് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമായി എന്ന് തോന്നിയപ്പോഴത്തേക്കും നമുക്ക് വേറെ ആരെങ്കിലും, അത് നമ്മുടെ തന്നെ വേറെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ പടം വരക്കാൻ അറിയാവുന്നവരാണെങ്കിൽ പടം വരക്കുക, പാടാൻ അറിയാവുന്നവരാണെങ്കിൽ പാടുക. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ നമ്മൾ കയറി ചെല്ലണം. അപ്പം നമുക്ക് ഈ അതിനകത്തോട്ട് എൻഗേജ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ടൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോയിക്കോളും. പിന്നെ നമ്മളതൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ പിന്നെയും വീണ്ടും ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഈ കാര്യം അപ്പോഴത്തേക്കും അതിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും. എപ്പോഴും നമ്മൾ വിചാരിക്കും എന്നാലും അങ്ങനെ ആയല്ലോ, എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ വിചാരിക്കും. നമ്മൾ അതിൻ്റെ പുറകെ അധികം പോവാതെ നമ്മൾ പോയി അല്ലെങ്കിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ലെവൽ എന്താണോ അതിനകത്തോട്ട് ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ചെറുപ്പം മുതൽ നമ്മളിപ്പോൾ ഏത് പ്രായമാണോ ആ പ്രായം വരെ എത്തിയ സമയത്തും എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നുകൊണ്ട്, എത്ര പ്രാവശ്യം നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, എത്ര പ്രാവശ്യം നമ്മുടെ കൂടെ നിന്നവർ നമ്മളെ ചതിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മളെ ഒറ്റയ്ക്കിട്ടേച്ച് പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, നമ്മളെ വേദനിപ്പിച്ചവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മളിപ്പോൾ തരണം ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ
പിന്നെ നമ്മളതാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഓരോരോരോ പാഠങ്ങളാണ്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ഓരോ പ്രാവശ്യവും പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഈ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും അതിനകത്ത് നല്ലതും ഉണ്ടാവും ചീത്തതും ഉണ്ടാവും. നമ്മളെപ്പോഴും ചീത്തേൻ്റെ പുറകെ പോകും. അതാണ് നമുക്ക് കൂടുതൽ സങ്കടം ഉണ്ടാക്കി പോകുന്നത്. അതിന് മുതിരാതെ നമ്മളതിൽ നിന്നൊക്കെ ഓരോരോ കാര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് വരുംതോറും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ കുഞ്ഞു പിള്ളേർ നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ, പിച്ച് വെച്ച് നടക്കുന്ന സമയത്ത് അവർ വീഴുമ്പോഴത്തേക്കും അവരിന്ന് കരയും ചെയ്യും. പിന്നെ അത് വേദനിച്ചു എന്ന് പറഞ്ഞാൽ അവർ പറയണ്ട, ഞാനിനി ഈ ജന്മത്തിൽ നടക്കൂല, ഞാൻ വീഴും, ഇനി കാല് പൊട്ടും, എനിക്ക് വേദന എടുക്കും എന്നും പറഞ്ഞ് നടക്കാണ്ടിരിക്കണില്ലല്ലോ. അവർക്കറിയില്ല, അതുകൊണ്ട് അത് അവർ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ കൂടുതൽ മുമ്പോട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ ഒറ്റപ്പെടുത്തലുകളിൽ കൂടെ ഒരാളുള്ളതും നമുക്ക് എപ്പോഴും ഒരു ആശ്വാസമാണ്. കാരണം തീരെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവർക്ക് ആരുമില്ല, എന്ത് ചെയ്യണം എന്നറിയാൻ പാടാത്ത ഒരവസ്ഥയിൽ ഒരു കൈത്താങ്ങായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണം എന്നുള്ളതല്ല, പണം കൊണ്ട് മാത്രമല്ല, നമ്മളുടെ മനസ്സിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു വാക്ക് മതി. ഒരു നല്ല വാക്ക് അവരോട് പറയുമ്പോൾ തന്നെ അവർക്കതൊരു വലിയ ആശ്വാസമാണ്. ഒരു നല്ല വാക്ക് പറയണത് അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണത് അവർക്ക് എന്തിനേക്കാളും ഉപരി അതൊരു ആശ്വാസം തന്നെയാണത്. അപ്പോൾ നമ്മൾ കഴിവതും ഒറ്റപ്പെട്ട് കഴിഞ്ഞാലും നമ്മളതിനെ തരണം ചെയ്യാൻ പഠിക്കണം. ഇതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളതിനെ തരണം ചെയ്ത് ഇങ്ങോട്ട് പോന്നോളും. നമ്മളിൽ വിശ്വസിക്കുക. നമ്മളോട് തന്നെ പറയുക, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതോറും ഞാനതിൽ ഹാപ്പിയാണ്, എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ റിലീഫാവും. പിന്നെ നമ്മളുടെ എന്നും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ട് നമുക്കെപ്പോഴും, അതായത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അനിയനോ ചേട്ടനോ ആരായിക്കോട്ടെ, നമുക്കങ്ങനെ ഒരു കൂട്ട്, നമുക്കൊന്നും പറയാനൊരാളുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സമാധാനം. പക്ഷെ നമ്മളെന്നും അത് പ്രതീക്ഷിച്ചിരിക്കാനും പാടില്ല. കാരണം നമ്മൾ അങ്ങനെ ഇല്ലാത്തൊരു അവസരത്തിലും നമുക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്കതിനെ ആ പ്രതിസന്ധിനെ നേരിടാൻ പറ്റണം. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം അതിനു വേണ്ടി തയ്യാറാവണം. അപ്പം നമ്മളെ ഈ കാലം അല്ലെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചം പഠിപ്പിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഓരോരോ ഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോഴും നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെയൊക്കെ തരണം ചെയ്യാൻ പറ്റും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരണേണ്. അതിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എളുപ്പത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണ് നമ്മളുടെ വിഷയം. നമ്മൾ ഒരിക്കലും അധികം റിസ്ക് എടുക്കാനായിട്ട് അങ്ങോട്ട് തയ്യാറാവാറില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എപ്പോഴും നല്ലതും അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും എല്ലാം കണ്ടുപിടിച്ച് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുത്തിട്ട് നമ്മൾ അതുപോലെ അങ്ങോട്ട് ജീവിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒഴുക്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ ഇനിയും പ്രശ്നങ്ങൾ വരാം, എന്തൊക്കെ വരാൻ പോകണമെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. പക്ഷെ അതൊക്കെ നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളായിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക.